ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാന്റെ ഡേ 21 ആണ് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സ് 2020 ഓഗസ്റ്റ് മാസത്തെ ഫുൾ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്ന ടോപ്പിക്കാണ് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും. മെന്റൽ എബിലിറ്റിയിൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളുമാണ്. ഈ ടോപ്പിക്കില് മൗലിക അവകാശങ്ങൾ പഠിക്കാനുണ്ട്, റിട്ടുകൾ പഠിക്കാനുണ്ട്, നിർദ്ദേശക തത്വങ്ങൾ, വോട്ടവകാശം, സ്ത്രീകളുടെ അവകാശം, മൗലിക കടമകൾ മുതലായവയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പൗരന്റെ അവകാശങ്ങളും കർത്തവ്യങ്ങളും. ആദ്യത്തെ ചോദ്യം, വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങൾ എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഇനി PSC എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3, മൂന്നാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് USA നിന്നാണ്. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന USA നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതും മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു കാറ്റഗറി തന്നെ KS എക്സാമിന് വേണ്ടിയിട്ട് അൺഅക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൺഅക്കാഡമിയിലെ കോഴ്സുകൾ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അൺഅക്കാഡമിയിൽ ഫ്രീ ടെസ്റ്റ് സീരീസ് പൊക്കോണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 17, 24 എന്നീ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് 100 ക്വസ്റ്റ്യൻസ് അടങ്ങിയ 75 മിനിറ്റ് 100 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോകുന്നുണ്ട്. അതിലെ വിന്നേഴ്സിന് അടിപൊളി പ്രൈസസും കാത്തിരിപ്പുണ്ട്. അതുപോലെ പ്ലസ് ടെസ്റ്റ് സീരീസ് ഫോർ കേരള PSC എക്സാംസ് നടക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ ആൻഡ് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഫ്രീ ആയിട്ട് കോഴ്സസ് എൻറോൾ ചെയ്യാനും ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്? 6 മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്. എന്നാൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമ അവകാശം അല്ലെങ്കിൽ ഭരണഘടനാ അവകാശമാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതിയാണ് 44ാം ഭേദഗതി. 1978 ഈ ഭേദഗതി നിലവിൽ വന്നത്. അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി 44ാം ഭേദഗതി 1978. ഇനി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായിയുടെ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ ജനതാ ഗവൺമെന്റ് ആണ് അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി. അദ്ദേഹത്തിന്റെ പാർട്ടി ജനതാ പാർട്ടിയാണ്, ജനതാ ഗവൺമെന്റ് ആണ്. നിലവിൽ സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 300A ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ നിലവിൽ സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 300A.
മുൻപ് അത് 31 അനുച്ഛേദത്തിലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. മുൻപ് അത് എത്രാമത്തെ അനുച്ഛേദത്തിലാണ് പറഞ്ഞിരുന്നത് സ്വത്തവകാശത്തെ പറ്റി? 31 അനുച്ഛേദത്തിലാണ്. ഇപ്പോൾ നിലവിൽ 300A സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലീസ് പ്രഭു ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കോൺവാലീസ് പ്രഭു. അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അപ്പം നർമ്മദ നദിക്കരയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേലിന്റെ 182 മീറ്റർ ഉയരമുള്ള പൂർണ്ണകായ പ്രതിമയ്ക്ക് പറയുന്ന പേരാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. എന്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നത്? നർമ്മദ നദിക്കരയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേലിന്റെ 182 മീറ്റർ ഉയരമുള്ള പൂർണ്ണകായ പ്രതിമയ്ക്ക് പറയുന്ന പേരാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ പ്രതിമയാണ് ഏകതാ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ശില്പി ആരാണ്? രാം വി സുധർ. രാം വി സുധർ ആണ് ഈ പ്രതിമയുടെ ശില്പി. ഓക്കെ, ഏകതാ പ്രതിമയുടെ നിർമ്മാണ മേൽനോട്ടം വഹിച്ച കമ്പനി ലാർസൺ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ് ആണ്. L&T, ലാർസൺ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഏകതാ പ്രതിമയുടെ നിർമ്മാണ മേൽനോട്ടം വഹിച്ച കമ്പനി. ഇനി സർദാർ വല്ലഭായ് പട്ടേലിന്റെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ അപരനാമങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ബിസ്മാർക്ക്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അതുപോലെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇനി സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ് സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത്. സർദാർ വല്ലഭായ് പട്ടേൽ അന്തരിച്ചത് 1950 ഡിസംബർ മാസം 15-ാം തീയതിയാണ്. 1950 ഇന്ത്യ റിപ്പബ്ലിക്കായ അതേ വർഷം തന്നെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്തരിച്ചത്. ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ നാദിയാഡിൽ 1875 ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. ഗുജറാത്തിലെ നാദിയാഡിലാണ്. ഇദ്ദേഹം പ്രധാന പങ്കുവഹിച്ച സമരമായിരുന്നു 1918 ഖേദ സത്യാഗ്രഹം. അപ്പോ 1918 ഖേദയിലെ അമിത നികുതി പിരിവിനെതിരെ നടന്ന സമരത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. ഇനി 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചതും സർദാർ വല്ലഭായ് പട്ടേലാണ്. 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മൗലിക അവകാശങ്ങളെ പറ്റിയാണ്. നിലവിൽ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളാണുള്ളത്. ഭരണഘടന രൂപം കൊള്ളുമ്പോൾ എത്രണ്ണം ഉണ്ടായിരുന്നു? 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൂന്നാമത്തേത് ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. നാലാമത്തേത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അഞ്ചാമത്തേത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആറാമത്തേത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇങ്ങനെ 6 ടൈപ്പിലുള്ള മൗലികാവകാശങ്ങളാണ് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. ആദ്യത്തേത് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 14 മുതൽ 18 വരെ. അനുച്ഛേദം
14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 19 മുതൽ 22 വരെയാണ്. 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം അനുച്ഛേദം 23ഉം 24ഉമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം അനുച്ഛേദം 29, 30. ഇനി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അനുച്ഛേദം 32 ആണ്. അനുച്ഛേദം 32. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. അപ്പോൾ ആർട്ടിക്കിൾ 14 എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും അതുപോലെ എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നു. എന്നിരുന്നാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതാണ്. അതാണ് എന്ത്? ആർട്ടിക്കിൾ 15. ഇനി ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. അവസര സമത്വം പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നതാണ് അനുച്ഛേദം 16 എന്ന് പറയുന്നത്. ഇനി അനുച്ഛേദം 17 എന്താണ്? അനുച്ഛേദം 17 തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നു. തൊട്ടുകൂടായ്മ അതുപോലെ അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പും ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 17 ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ആർട്ടിക്കിൾ 18 എന്താണ്? പദവി നാമങ്ങൾ നിരോധിക്കുന്നു. പദവി നാമങ്ങൾ, ടൈറ്റിൽസ്, പദവി നാമങ്ങൾ നിരോധിക്കുന്നു. അക്കാദമിക്, മിലിറ്ററി ഒഴികെയുള്ള പദവി നാമങ്ങളാണ് നിരോധിക്കുന്നത്. ആർട്ടിക്കിൾ 18. അപ്പൊ ഇത്രയാണ് സമത്വത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ്. അപ്പൊ ആർട്ടിക്കിൾ 14 എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 15 മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നു. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പും ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 18 എന്താണ്? പദവി നാമങ്ങൾ, അക്കാദമിക്, മിലിറ്ററി ഒഴികെയുള്ള പദവി നാമങ്ങൾ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. ഇനി രണ്ടാമത്തെ മൗലിക അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. അതില് 19 വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 19ൽ 1 എന്ന് പറയുന്നത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അനുച്ഛേദം 19(1). അതില് 19(1) എ എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം. 19(1) ബി എന്ന് പറയുന്നത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള അവകാശമാണ് 19(1) ബി. 19(1) സി എന്ന് പറയുന്നത് സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, അസോസിയേഷൻസ് ഫോം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19(1) ഡി എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം. 19(1) ഇ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം. അടുത്തത് 19(1) ജി എന്ന് പറയുന്നത് മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇതെങ്ങനെ ഓർത്തിരിക്കാം? കുറെ ഫ്രണ്ട്സ് ഒരുമിച്ച് ജോലി അന്വേഷിച്ച് പോവുകയാണ്. അപ്പൊ അവര് ആദ്യം എന്ത് ചെയ്തു? അതിനെപ്പറ്റി സംസാരിച്ചു.
എന്നിട്ട് എല്ലാരെയും കൂടെ അവർ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എല്ലാരെയും കൂടെ എന്ത് ചെയ്തു, വിളിച്ചു ചേർത്തു. അപ്പോൾ ആദ്യം സംസാരിച്ചു, പിന്നെ അവര് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചു ചേർത്തു, അവരൊരു അസോസിയേഷൻ ഫോം ചെയ്തു. എന്നിട്ട് ഇവര് ജോലി തേടി പോവുകയാണ്. അങ്ങനെ അവര് ട്രാവൽ ചെയ്തു. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിട്ട് അവരവിടെ സ്റ്റേ ചെയ്തു. ഇത് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം അവര് ജോലി അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഓർത്തിരിക്കാവുന്നതാണ്. അപ്പൊ 19-1 എ എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം, 19-1 ബി എന്ന് പറയുന്നത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, 19-1 സി എന്ന് പറയുന്നത് സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഡി എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം, ഇ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ജി എന്ന് പറയുന്നത് മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇനി ഈ 19-1 എഫ് എടുത്ത് മാറ്റിയതാണ്. മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് 19-1 എഫിലാണ് പ്രതിപാദിച്ചിരുന്നത്. സ്വത്തവകാശം ഇത് 44-ാം ഭേദഗതി വഴി എന്ത് ചെയ്തു, ഒഴിവാക്കി. ഓക്കെ, ഇനി PSC ചോദിക്കാനുള്ള ചോദ്യമാണ്, പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അപ്പൊ പരോക്ഷമായിട്ട് പത്രസ്വാതന്ത്ര്യം ഉൾപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത് അനുച്ഛേദം 19-1 എ ആണ്. ഏതാണ്? 19-1 എ ആണ് പത്രസ്വാതന്ത്ര്യം പരോക്ഷമായിട്ട് ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ്. ഈ പത്രമാധ്യമങ്ങളാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. പത്രമാധ്യമങ്ങളാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എഡ്മണ്ട് ബുർക്കാണ്. എഡ്മണ്ട് ബുർക്കാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ 19-നെ പറ്റിയാണ് പറഞ്ഞത് ഇത്രയും. ഇനി അനുച്ഛേദം 20 എന്താണ്? അനുച്ഛേദം 20 എന്ന് പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. സംരക്ഷണം, ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണത്തെ പറ്റി പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 20. ആദ്യത്തെ സംരക്ഷണം എന്ന് പറയുന്നത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല. ഇനി രണ്ടാമത്തെ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ശിക്ഷിക്കാൻ പാടില്ല ഒരു കുറ്റത്തിന്. ഇനി മൂന്നാമത്തെ സംരക്ഷണം എന്ന് പറയുന്നത് ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. അതാണ് 3 സംരക്ഷണങ്ങൾ. അത് ഏതിലാ പറയുന്നത്? ആർട്ടിക്കിൾ 20 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 21 എന്താണ്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റിയാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് 21 മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം 21. കൂടാതെ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് എന്ന് ചോദിച്ചാലും അത് ആർട്ടിക്കിൾ 21. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? 21 അനുസരിച്ചാണ്. ഓക്കെ, ഇനി സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദവും 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ അനുച്ഛേദം 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏത് അവകാശത്തിൽ ഉൾപ്പെടുന്നു? മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നു. അത് ഏത് മൗലികാവകാശം? ആർട്ടിക്കിൾ 21 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദവും അനുച്ഛേദം 21. ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദവും ഏതാണ്? 21. ഇനി ആർട്ടിക്കിൾ 21A ഉണ്ട്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 21A 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 86-ാം ഭേദഗതി. ഈ 86-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് അനുച്ഛേദം 21A എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് 21A. ഏത് ഭേദഗതി പ്രകാരമാണ്? 86-ാം ഭേദഗതി പ്രകാരമാണ്. 86-ാം ഭേദഗതി 2002 നിലവിൽ വന്നത്. എത്രാമത്തെ ഭേദഗതി ബില്ല്?
93-ാം ഭേദഗതി ബില്ല് 93-ാം ഭേദഗതി ബില്ലാണെന്നും ഓർക്കുക. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 21(a) ചുവട് പിടിച്ച് പാർലമെന്റ് ഒരു നിയമം കൂടി പാസാക്കി. ആ നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ അവകാശ നിയമം. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷവും ചോദിച്ചിട്ടുണ്ട്, നിലവിൽ വന്ന വർഷവും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ്. 2009 ഓഗസ്റ്റ് മാസം 26. ഈ നിയമം അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ മാസം 1-ാം തീയതി. 2010 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് നിലവിൽ വന്നത്. ഓക്കെ, മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത് പാർലമെന്റിനാണ്. മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണെന്ന് ഓർക്കുക. ഇനി അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങളാണ് 20-ഉം 21-ഉം. അപ്പൊ 20-ഉം 21-ഉം എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അടിയന്തരാവസ്ഥ സമയത്ത് പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റദ്ദ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാം. ആ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ആ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അപ്പൊ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കും. അതുപോലെ ഈ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത അവകാശങ്ങളാണ് 20-ഉം 21-ഉം. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ സ്വാഭാവികമായിട്ട് റദ്ദാക്കുന്ന മൗലികാവകാശമാണ് ഈ 19 എന്ന് പറയുന്നത്. അതായത് അടിയന്തരാവസ്ഥ എക്സ്റ്റേണൽ എമർജൻസി പ്രഖ്യാപിച്ച ഉടൻ തന്നെ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ സ്വാഭാവികമായിട്ട് റദ്ദാകുന്ന മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 19. ഈ 6 തരത്തിലുള്ള 1, 2, 3, 4, 5, 6 തരത്തിലുള്ള എന്ത് സ്വാതന്ത്ര്യങ്ങൾ. ഓക്കെ, ഇനി എന്താണ് ആർട്ടിക്കിൾ 22? അപ്പൊ ആർട്ടിക്കിൾ 22 വരെ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്നു. അറസ്റ്റിനും തടങ്കലിനും എതിരെ, നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും അതുപോലെ തടങ്കലിനും എതിരെ എന്ത് ചെയ്യുന്നു? സംരക്ഷണം നൽകുന്നു. ഓക്കെ, കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പും 22ആണ്. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പും ഏതാണ്? 22. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ. AK ഗോപാലനാണ് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി. അപ്പൊ ഈ കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വെക്കാം എന്ന് ചോദിച്ചാൽ 3 മാസം വരെയാണ്. എത്ര മാസം വരെയാണ്? 3 മാസം വരെയാണ് വിചാരണ കൂടാതെ കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ തടവിൽ വെക്കാൻ കഴിയുന്നത്. ഓക്കെ, അടുത്ത 3-ാമത്തെ അവകാശമാണ് ചൂഷണത്തിനെതിരായ അവകാശം. ചൂഷണത്തിനെതിരായ അവകാശം. അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 23-ഉം 24-ഉം. 23-ഉം 24-ഉം രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. 23 എന്ന് പറയുന്നത് മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നു. അതായത് ഫോഴ്സ്ഡ് ലേബർ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബർ ആണ് നിരോധിക്കുന്നത്. ചൈൽഡ് ലേബർ. ഓക്കെ, അപ്പൊ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24 ആണ്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര ഏതാണ്? റഗ്മാർക്ക്. ഈ റഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഗുഡ് വീവ് എന്നാണ് റഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. അപ്പോൾ ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ്മാർക്ക്. റഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഗുഡ് വീവ് എന്നാണ്. ഈ റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥി. അപ്പൊ ആരാ കൈലാഷ് സത്യാർത്ഥി എന്നൊക്കെ അറിയാമല്ലോ. 2014 മലാല യൂസഫ്സായിയോടൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് കൈലാഷ് സത്യാർത്ഥി. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് ആരംഭിച്ച ഒരു സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഇത് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും കൂടി ഓർക്കുക. ഇനി ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്.
ജൂൺ മാസം 12-ാം തീയതി. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ജൂൺ മാസം 12-ാം തീയതിയാണ് ലോക ബാലവേല വിരുദ്ധ ദിനം. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ മാസം 12-ാം തീയതിയാണെന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 4-ാമത്തെ മൗലികാവകാശം. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. അപ്പൊ 25 എന്താണ്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ഇനി ആർട്ടിക്കിൾ 26 എന്താണ്? മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശമാണ് അനുച്ഛേദം 26. അപ്പം മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം. ഇനി ആർട്ടിക്കിൾ 27 എന്താണ്? ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിന് എതിരായ അവകാശം. നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ 27. ആർട്ടിക്കിൾ 28 ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28. അപ്പോൾ മതസ്വാതന്ത്ര്യം എന്ന് തന്നെ ചോദിക്കാറുണ്ട് ആർട്ടിക്കിൾ 25 മുതൽ 28. അടുത്ത 5-ാമത്തെ മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും അതുപോലെ വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ആർട്ടിക്കിൾ 29, 30 എന്നിവയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 29 എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൈനോറിറ്റീസിന്റെ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ആർട്ടിക്കിൾ 29. അപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ്? ഭാഷ, ലിപി, സംസ്കാരം. ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. പൂർണ്ണമായും സ്റ്റേറ്റിന്റെ കീഴിലോ സ്റ്റേറ്റിന്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല. ഇതൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. അത് ഏതിലാ പറയുന്നത്? ആർട്ടിക്കിൾ 29 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 30 എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മൈനോറിറ്റീസിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശത്തെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 30. ഓക്കെ. ഇനി അവസാനത്തെ മൗലിക അവകാശമാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് പറയുന്ന ഏത് ആർട്ടിക്കിളിനെ പറ്റിയാണ്? ആർട്ടിക്കിൾ 32 പറ്റിയാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അതായത് ഒരു വ്യക്തിക്ക് തന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ്. കോടതികളെ നേരിട്ട് സമീപിക്കുന്നതിനുള്ള അവകാശമാണ് ഏതെന്ന് പറയുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അപ്പോ ഈ ആർട്ടിക്കിൾ 32-നെയാണ് BR അംബേദ്കർ, ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന BR അംബേദ്കർ എന്തെന്ന് വിളിച്ചത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് അനുച്ഛേദത്തെ പറ്റിയാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 32-നെ പറ്റിയാണ്. ഇനി ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിളിച്ചത് ആമുഖത്തെ പറ്റിയാണ്, പ്രിയാമ്പിളിനെ പറ്റിയാണ്. താക്കൂർദാസ് ഭാർഗവ് എന്തെന്ന് വിളിച്ചത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത്. ഓക്കെ. ഇനി നമുക്ക് റിട്ടുകളെ പറ്റി കൂടി നോക്കാം. ഇപ്പൊ റിട്ട് എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് എന്തെന്ന് പറയുന്നത്? റിട്ട്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. അപ്പൊ ഈ റിട്ട് എന്ന വാക്ക് അല്ലെങ്കിൽ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ലാറ്റിൻ ഭാഷയാണ്. ഈ ലാറ്റിൻ പദങ്ങളാണ് ഈ റിട്ടിനെ കുറിക്കുന്നത്. എത്ര ടൈപ്പിലുള്ള റിട്ടാണുള്ളത്? 5 ടൈപ്പിലുള്ള റിട്ടാണ് ഉള്ളത്. ഓക്കെ.
അപ്പൊ ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ്. അപ്പൊ റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അവകാശമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണെന്ന് ഓർക്കുക. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32-ാം വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇനി ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 226. അപ്പൊ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 226-ാം അനുച്ഛേദം അനുസരിച്ചാണെന്ന് ഓർക്കുക. 5 ടൈപ്പിലുള്ള റിട്ടാണുള്ളത്. ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ്. രണ്ടാമത്തേത് മാൻഡമസ്. മൂന്നാമത്തേത് പ്രൊഹിബിഷൻ. ഏതാണ്? പ്രൊഹിബിഷൻ. നാലാമത്തേത് കോ വാറണ്ടോ ആണ് നാലാമത്തേത്. അഞ്ചാമത്തേത് സെർഷ്യോററി ആണ് അഞ്ചാമത്തേത്. അപ്പോ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറണ്ടോ, സെർഷ്യോററി. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഓക്കെ, ഈ ഹേബിയസ് കോർപ്പസ് ആണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്. ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അടുത്ത മാൻഡമസ് എന്ന് പറയുന്നത് നാം കൽപ്പിക്കുന്നു, വി കമാൻഡ് എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. അതായത് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്, സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട്. അടുത്തത് പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായിട്ട് തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിറ്റ് ചെയ്യുക, ഓക്കെ, വിലക്കുക അല്ലെങ്കിൽ ടു ഫോർബിഡ് എന്ന അർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഇനി കോ വാറണ്ടോ എന്ന് പറയുന്നത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോ വാറണ്ടോ. ബൈ വാട്ട് അതോറിറ്റി? എന്ത് അധികാരം, ഓക്കെ, എന്നർത്ഥം വരുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? കോ വാറണ്ടോ. ഇനി ഒരു കാര്യം ഓർക്കാം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് കോ വാറണ്ടോ ആണ്. ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണ്? കോ വാറണ്ടോ ആണ്. ഇനി സെർഷ്യോററി എന്ന് പറയുന്നത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. സാക്ഷ്യപ്പെടുത്തുക, ടു സർട്ടിഫൈ, വിവരം നൽകുക, ടു ഇൻഫോം എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ടാണ് സെർഷ്യോററി. ടു സർട്ടിഫൈ എന്നോ അതായത് സാക്ഷ്യപ്പെടുത്തുക എന്നോ അല്ലെങ്കിൽ വിവരം നൽകുക എന്നോ അർത്ഥം വരുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? സെർഷ്യോററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 റിട്ട്, മാൻഡമസ്, അതുപോലെ സെർഷ്യോററി, പിന്നെ പ്രൊഹിബിഷൻ, ഇത് 3ഉം സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ മാൻഡമസും പ്രൊഹിബിഷനും സെർഷ്യോററിയും സ്വകാര്യ വ്യക്തികൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുറപ്പെടുവിക്കാൻ കഴിയില്ല. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ മൗലികാവകാശങ്ങളെ പറ്റിയും അതുപോലെ റിട്ടിനെ പറ്റിയുമാണ് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് നാളത്തെ ദിവസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ എൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പോൾസിന്റെ രൂപത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.